ദൃശ്യം 3 സിനിമ പോസ്റ്റ്പോണ്ട് ചെയ്തിരിക്കുകയാണ്. GCCയിലെ പ്രശ്നം കാരണമാണ് ഈ ഒരു സിനിമ പോസ്റ്റ്പോണ്ട് ചെയ്തിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ദൃശ്യം എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരു പാൻ വേൾഡ് മാർക്കറ്റ് ഉണ്ട്. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആണെങ്കിലും ഈ ഒരു സിനിമയാണെങ്കിൽ നല്ല രീതിക്കാണെങ്കിൽ റീച്ച് ആകാൻ സാധ്യതയുള്ള സിനിമയാണ്. പിന്നെ ഗൾഫിലും മലയാളികൾ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ദൃശ്യം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അത്രത്തോളം ഒരു ഫാൻ ബേസ് ഉള്ള സിനിമയാണ്. ഗൾഫിലൊക്കെ വന്നാലും മലയാളികൾ മാത്രമല്ല, മറ്റു ആൾക്കാരും ഈ സിനിമ കാണാൻ വളരെയധികം ചാൻസ് ഉള്ള സിനിമ തന്നെയാണ് നമ്മുടെ ദൃശ്യം 3 എന്ന് പറഞ്ഞ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ചിത്രം. അപ്പോൾ ഈ ഒരു സിനിമ ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാത്തിരിക്കുന്ന മലയാള സിനിമ എന്നുള്ള ഒരു ലേബൽ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ടായിരുന്നു. ലാലേട്ടൻ, മമ്മൂക്ക, കുഞ്ചാക്കോൻ, ഫഹദ് ഫാസിൽ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കുന്ന പാട്രിയാക്ക് എന്ന് പറയുന്ന സിനിമയെക്കാട്ടിലും ഹൈപ്പുള്ള ചിത്രമാണ് ഇപ്പം ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ. ഒട്ടേറെ ആണെങ്കിൽ ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. ഇപ്പം നമ്മളെ ഹിന്ദിയൊക്കെ ഇതിൻ്റെ റിലീസ് ആകുന്നുണ്ടെങ്കിൽ പോലും മലയാളം വെർഷൻ കാണാനാണ് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ആഗ്രഹവും. അപ്പം ആരാധകരെ എല്ലാവരും ഇപ്പം നിരാശ വരുന്ന രീതിക്കത്തെ ഒരു വാർത്തയാണ് ഇപ്പം പുറത്തു വരുന്നത്. ഈ ഒരു സിനിമ മാറ്റി വെക്കുന്നു അല്ലെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്യുന്നു എന്നുള്ളൊരു വാർത്തയാണ്. പോസ്റ്റ്പോൺ ചെയ്യുന്നെങ്കിലും ഇത് എന്നത്തേക്കാണ് റിലീസ് ചെയ്യുന്നതെന്നുള്ളൊരു ഏകദേശം ഒരു രൂപം കിട്ടിയിട്ടുണ്ട്. ഒന്നുകിൽ മെയ് അല്ലെങ്കിൽ ജൂൺ എന്നുള്ളൊരു ഇതിലാണ് ഇപ്പോൾ വരുന്നത്. ശരിക്കും ദൃശ്യം 3 മാറ്റി വെച്ചതോടെ വാഴ 2, ഇപ്പോൾ ആട് 3 എന്നിങ്ങനെയുള്ള സിനിമകൾക്കൊക്കെ കുറച്ചുകൂടി ഒരു നല്ല ഇത് കിട്ടിയിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പള്ളിച്ചട്ടമ്പി എന്ന് പറഞ്ഞ ടൊവിനോയുടെ സിനിമയൊക്കെ ഇനി റിലീസ് ആകാൻ പോകുന്ന ചിത്രങ്ങളാണ്. എന്തായാലും ഇവർക്കൊരു ആശ്വാസമാണ്. എന്തായാലും അവർക്ക് കുറച്ചുകൂടി തിയേറ്ററും കാര്യങ്ങളൊക്കെ കിട്ടും എന്നുള്ള കാര്യത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിലാണല്ലോ അത്രത്തോളം തിയേറ്ററുകളായിരുന്നു ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ പിടിച്ചിരുന്നത്. ഉറപ്പായിട്ടും കേരളത്തിലാണ് ഇപ്പോൾ ഈ ഒരു കറക്റ്റായിട്ടുള്ള രീതിക്ക് റിലീസ് ആയിരുന്നെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു കളക്ഷനും കാര്യങ്ങളൊക്കെ ഈ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പം കുറച്ച് താമസിച്ച് വരുവാണെങ്കിലും കിട്ടും. കാരണം ഈ ഒരു സിനിമയ്ക്ക് ഉള്ളൊരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഒരു മാർക്കറ്റാണ്. എന്തായാലും നമ്മൾ കാത്തിരിക്കുകയാണ് നമ്മുടെ ജോർജ് കുട്ടിയെ കാണാൻ വേണ്ടി. എത്ര താമസിച്ചാലും മലയാളികളും ഈ ഒരു ക്യാരക്ടറും ഈ ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരിക്കലും ജോർജ് കുട്ടിയെ കൈവിടത്തില്ലെന്നുള്ളൊരു കാര്യവും നമുക്ക് 100% ഉറപ്പുള്ളൊരു കാര്യമാണ്. എന്തായാലും ജോർജ് കുട്ടിയുടെ വരവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. നിങ്ങൾ ഈ ദൃശ്യം 3 എന്ന് പറഞ്ഞ സിനിമ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ.